എനിക്ക് സംശയം എപ്പോഴും ഉണ്ട്. അള്ളാഹു സമദ് നിങ്ങൾ പറയുന്നു. സമദ് എന്ന് പറഞ്ഞതിന് ശേഷം പിന്നെ നിങ്ങൾ കംപ്ലീറ്റ് അള്ളാഹ്ക്ക് ഒരാളുടെ സഹായം ഒന്നും വേണ്ടെന്ന് പറയും. ഈ പറഞ്ഞ ഈ വാചകം പോലും ജിബ്രീൽ കൊണ്ടുവന്ന് നബിന്റെ വായിൽ കൂടെ പറയിച്ചതല്ലേ? അപ്പൊ മുഫസ്സിറുകൾ വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ്: എല്ലാ സൃഷ്ടികളും അവരുടെ ആവശ്യങ്ങൾക്കായി അള്ളാഹുവിനെ ആശ്രയിക്കുന്നു, എന്നാൽ അള്ളാഹു ആരെയും ആശ്രയിക്കുന്നില്ല. അപ്പോൾ മലക്കുകൾ എന്തിനാണ്? ഉത്തരം വളരെ ലളിതമാണ്. കാരണം ഉപയോഗിക്കുന്നത് അതിനെ ആശ്രയിക്കുന്നത് അല്ല. ഉദാഹരണത്തിന്, അള്ളാഹു മഴ പെയ്യാൻ മേഘത്തെ കാരണമാക്കുന്നു, കുഞ്ഞ് ജനിക്കാൻ മാതാപിതാക്കളെ കാരണമാക്കുന്നു, സസ്യം വളരാൻ വെള്ളത്തെ കാരണമാക്കുന്നു. ഇതുകൊണ്ട് അള്ളാഹു മേഘത്തെയോ വെള്ളത്തെയോ ആശ്രയിക്കുന്നു എന്ന് പറയാമോ? ഒരിക്കലുമില്ല. അത് അള്ളാഹു നിശ്ചയിച്ച ഒരു സംവിധാനമാണ്. മലക്കുകളും അതുപോലെയാണ്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വഹി എത്തിക്കുന്നു, എന്നാൽ വഹിയുടെ ഉടമ അള്ളാഹുവാണ്. മരണത്തിന്റെ മലക്ക് ആത്മാവിനെ ഏറ്റുവാങ്ങുന്നു. പക്ഷേ ഖുർആൻ മറ്റൊരിടത്ത് പറയുന്നു, അള്ളാഹുവാണ് ആത്മാക്കളെ ഏറ്റുവാങ്ങുന്നത്. വിരോധമല്ല, മലക്കുകൾ അള്ളാഹുവിന്റെ കൽപ്പന നടപ്പാക്കുന്ന ദാസന്മാർ മാത്രമാണ്. പ്രവാചകന്മാരും അതുപോലെയാണ്. അള്ളാഹുവിനെ നേരിട്ട് എല്ലാവരോടും സംസാരിക്കാൻ കഴിയും, എന്നാൽ തന്റെ ജ്ഞാനപ്രകാരം മനുഷ്യരെ വഴി നടത്താൻ പ്രവാചകന്മാരെ നിയോഗിച്ചു. അത് അള്ളാഹുവിന്റെ ആവശ്യമല്ല, മനുഷ്യരോടുള്ള അവന്റെ കരുണയാണ്. അവസാനമായി ഖുർആൻ വളരെ വ്യക്തമായി പറയുന്നു, മനുഷ്യരെ, നിങ്ങൾ അള്ളാഹുവിനോട് ആവശ്യക്കാരാണ്. അള്ളാഹുവോ സർവസ്വതന്ത്രനും സർവസ്തുതികൾക്കും അർഹനുമാകുന്നു. അതുകൊണ്ട് മലക്കുകളെയും പ്രവാചകന്മാരെയും അള്ളാഹു ഉപയോഗിക്കുന്നു എന്നതുകൊണ്ട് അവരെ ആശ്രയിക്കുന്നു എന്ന് പറയാനാവില്ല. കാരണം ഉപയോഗിക്കുന്നതും അതിനെ ആശ്രയിക്കുന്നതും രണ്ടാണ്. നമുക്ക് വളരെ ലളിതമായ ഒരു യുക്തിയിലൂടെ ഇതൊന്ന് ചിന്തിച്ചു നോക്കാം. ഒരു രാജ്യത്തെ രാഷ്ട്രപതി അദ്ദേഹത്തിന് ഒരു സുപ്രധാന സന്ദേശം ഒരു ഉദ്യോഗസ്ഥൻ വഴി ജനങ്ങളിൽ എത്തിക്കുന്നു എന്ന് കരുതുക. അതുകൊണ്ട് ആ രാഷ്ട്രപതി ആ ഉദ്യോഗസ്ഥനെ ആശ്രയിക്കുന്നു എന്ന് ആരെങ്കിലും പറയുമോ? ഇല്ല. അത് ആ ഭരണക്രമത്തിന്റെ ഭാഗമാണ്. അദ്ദേഹത്തിന് വേണമെങ്കിൽ നേരിട്ടും സംസാരിക്കാം. അതുപോലെ അള്ളാഹു തന്റെ ജ്ഞാനപ്രകാരം ഒരു സംവിധാനത്തിലൂടെയാണ് ഈ ലോകം നടത്തുന്നത്. മനുഷ്യന് ഭൂമിയിലെ ജീവിതം ഒരു പരീക്ഷണമാണ്. അദൃശ്യത്തിലുള്ള വിശ്വാസമാണ് അതിൽ പ്രധാനം. അള്ളാഹു നേരിട്ട് വന്ന് കാര്യങ്ങൾ ചെയ്തിരുന്നെങ്കിൽ മനുഷ്യനെ അവിടെ വിശ്വസിക്കാതിരിക്കാൻ കഴിയില്ല. അവിടെ മനുഷ്യന്റെ സ്വതന്ത്ര ഇച്ഛ ഇല്ലാതാകും. പരീക്ഷണം സാധ്യമാകണമെങ്കിൽ അള്ളാഹു മറഞ്ഞിരിക്കണം. അതിനുവേണ്ടി അള്ളാഹു പ്രകൃതി നിയമങ്ങൾ, മലക്കുകൾ എന്നീ കാരണങ്ങൾക്ക് പിന്നിൽ മറഞ്ഞിരിക്കുന്നു. ചിന്തിക്കുന്നവർക്ക് ആ സിസ്റ്റത്തിന് പിന്നിലെ സൃഷ്ടാവിനെ കാണാം. അല്ലാത്തവർക്ക് അത് വെറും പ്രകൃതി പ്രതിഭാസമോ യാദൃശ്ചികതയോ ആയി തോന്നും. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം.